Good morning to all. Today I am going to deal with the incentives and subsidy. In the previous class, we learned the various institutions that provide assistance for the development of entrepreneurs. That includes SSI, that is Small Industries. Next, SIDCO, Small Industries Development Corporation. NSIC, National Small Industries Corporation. SIDBI, Small Industries Development Bank, etc. Today we are going to deal with the incentives and subsidy. First നമുക്ക് ഇൻസെൻറ്റീവ് എന്താ നോക്കാം. Incentives means a concession, subsidy or bounty given to the entrepreneurs to encourage or motivate them to set up industrial ventures. Incentives are a motivational force which make an entrepreneur to take right decision and act upon it. ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസെഷൻസ് കൊടുക്കുക അല്ലെങ്കിൽ സബ്സിഡറി കൊടുക്കുക ഓർ ബൗണ്ടി ഗീവൻ ടു ഓണ്ടർപ്രനേഴ്സിന് കൊടുക്കുന്ന കൺസെഷൻ, സബ്സിഡറി, ബൗണ്ടി, ഇതിനൊക്കെയാണ് നമ്മൾ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞത്. എന്തിനാണ് ഈ കൺസെഷനും സബ്സിഡിയും ബൗണ്ടിയൊക്കെ കൊടുക്കുന്നത്? അതായത് ഓണ്ടർപ്രനേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ, എൻകറേജ് ചെയ്യാൻ ടു സെറ്റപ്പ് ഇൻഡസ്ട്രിയൽ വെഞ്ചേഴ്സ്. അതായത് ഓണ്ടർപ്രനേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഓണ്ടർപ്രനേഴ്സിനെ എൻകറേജ് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടി കൊടുക്കുന്ന കൺസെഷനെയും സബ്സിഡികളെയാണ് നമ്മൾ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. Incentives means a concession, subsidy or bounty given to entrepreneurs to encourage or motivate them to set up industrial ventures. Incentives are a motivational force which make an entrepreneur to take right decision and act upon it. അപ്പോൾ ഈ കൺസെഷൻസ് അല്ലെങ്കിൽ സബ്സിഡി കൊടുക്കുക അല്ലെങ്കിൽ ബൗണ്ടി കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു മോട്ടിവേഷണൽ ഫോഴ്സാണ് ഓണ്ടർപ്രനേഴ്സ്. വിച്ച് മേക്ക് ആൻ ഓണ്ടർപ്രനർ ടു ടേക്ക് റൈറ്റ് ഡിസിഷൻസ്. ബിസിനസ്സിനെ കുറിച്ച് റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ, ഇപ്പോൾ ഓണ്ടർപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണോ വേണ്ടയോ അങ്ങനത്തെ റൈറ്റ് ഡിസിഷൻ എടുക്കാനും അതനുസരിച്ച് ആക്ട് ചെയ്യാനും ഇൻസെൻറ്റീവ്സ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഓണ്ടർപ്രനേഴ്സിന് ഒരു ഓണ്ടർപ്രനർഷിപ്പ് തുടങ്ങാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മോട്ടിവേഷണൽ ഫോഴ്സാണ്. ശരിക്കും ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസെഷൻസ് കൊടുക്കുക, സബ്സിഡി കൊടുക്കുക അല്ലെങ്കിൽ ബൗണ്ടി കൊടുക്കുക ഓണ്ടർപ്രനേഴ്സ് ടു എൻകറേജ് ആൻഡ് മോട്ടിവേറ്റ് ദം ടു സെറ്റപ്പ് ഇൻഡസ്ട്രിയൽ വെഞ്ചേഴ്സ്. ഇൻഡസ്ട്രിയൽ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എൻകറേജും മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് കൺസെഷൻ കൊടുക്കുക അല്ലെങ്കിൽ സബ്സിഡി ആയിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബൗണ്ടി കൊടുക്കുക. ഇതിനെയാണ് നമ്മൾ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നീഡ് ഫോർ ഇൻസെൻറ്റീവ്സ്. മെയിൻലി 4 നീഡാണ് ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്നതിൻ്റെ 4 ആവശ്യമാണ് നമ്മളോട് പറയുന്നത്. ഫസ്റ്റ് പോയിൻറ്റ്, ടു റിമൂവ് റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻ ഡെവലപ്മെൻറ്റ്. സെക്കൻഡ് പോയിൻറ്റ്, ടു പ്രൊമോട്ട് ഓണ്ടർപ്രനർഷിപ്പ്. തേർഡ് പോയിൻറ്റ്, ടു പ്രൊവൈഡ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്, സർവൈവൽ ആൻഡ് ഗ്രോത്ത്. ഫോർത്ത് പോയിൻറ്റ്, ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ആൻഡ് റിമൂവ് അൺഎംപ്ലോയ്മെൻറ്റ്. ഫസ്റ്റ് പോയിന്റ് നോക്കാം, ടു റിമൂവ് റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻ ഡെവലപ്മെൻറ്റ്. അതായത് ആദ്യകാലങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റീസിലായിരുന്നു കൂടുതൽ ഓണ്ടർപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്, സിറ്റീസിൽ. അപ്പോൾ റിമോട്ട് ഏരിയയിലെ ആൾക്കാരൊക്കെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ സിറ്റീസിലേക്ക് മാറി. അപ്പോൾ സിറ്റിയിൽ ക്രൗഡഡായി. കാരണം റൂറൽ ഏരിയയിലെ ആൾക്കാരൊക്കെ ജോലി സംബന്ധമായിട്ട് സിറ്റിയിലേക്ക് മാറി. അപ്പോൾ റൂറൽ ഏരിയയിൽ ജനസംഖ്യ കുറയുകയും സിറ്റീസിൽ ജനസംഖ്യ കൂടുകയും ചെയ്തു. അപ്പോൾ അവിടെ എന്തുണ്ടായിനെ? ഡിസ്പാരിറ്റി, റീജിയണൽ ഡിസ്പാരിറ്റി ഉണ്ടായി. അപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റൂറൽ ഏരിയയിലെ പർട്ടിക്കുലർ ഏരിയകൾ അവർ സെലക്ട് ചെയ്യും. ആ പർട്ടിക്കുലർ ഏരിയയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇൻസെൻറ്റീവ്സ് കൊടുക്കും. അപ്പോൾ എന്തുണ്ടാവും? ആ പർട്ടിക്കുലർ ഇപ്പോൾ റൂറൽ ഏരിയയിലൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സിറ്റീസിൽ പോയവരൊക്കെ തിരിച്ച് റൂറൽ ഏരിയയിലേക്ക് വരും. അങ്ങനെ നമുക്ക് റീജിയണൽ ഡിസ്പാരിറ്റീസ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതാണ് ഫസ്റ്റ് നീഡ് ഫോർ ഇൻസെൻറ്റീവ്സിൽ പറയുന്നത്, ടു റിമൂവ് റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻ ഡെവലപ്മെൻറ്റ്.
അപ്പോൾ ഇതിൽ ചെയ്യണത് ഗവൺമെൻറ് പർട്ടിക്കുലർ ഏരിയകൾ ചൂസ് ചെയ്യും. ആ ഏരിയകളിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണ ഓൺട്രപ്രനേഴ്സിന് അവർ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ പർട്ടിക്കുലർ ഏരിയകളിൽ കൂടുതലായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും അവിടെ ആ പർട്ടിക്കുലർ ഏരിയയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവാനും സാധിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഡെവലപ്ഡ് റീജിയൻസിൽ ഒരുപാട് ബിസിനസ്സുകൾ വരും. ബാക്ക്വേർഡ് റീജിയൻസിൽ അധികം ഇൻഡസ്ട്രീസ് ഓൺട്രപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു റീജിയണൽ ഇംബാലൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യും. സെക്കൻഡ്, ടു പ്രൊമോട്ട് ഓൺട്രപ്രനർഷിപ്പ്. ഒരു ഓൺട്രപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഓൺട്രപ്രനേഴ്സ് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷണൽ സർവീസ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഓരോ ഓൺട്രപ്രനേഴ്സിന് ഫേസ് ചെയ്യേണ്ടി വരും. ഓൾ ദീസ് പ്രോബ്ലംസ് മേ ഡിസ്കറേജ് ദം. ഈ തരത്തിലുള്ള പ്രോബ്ലംസ് അവരെ ഡിസ്കറേജ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ഹവർ ദ വേരിയസ് ഇൻസെൻറ്റീവ്സ്, ഈ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ഈ പ്രോബ്ലംസൊക്കെ ഓൺട്രപ്രനേഴ്സിന് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഓൺട്രപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഈ തരത്തിലുള്ള ഇൻസെൻറ്റീവ്സ് കൂടുതൽ ഓൺട്രപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ടു പ്രൊമോട്ട് ഓൺട്രപ്രനർഷിപ്പ്. ഒന്നുകൂടി പറയാം. ദ ന്യൂ ഓൺട്രപ്രനേഴ്സ് മേ ഫേസ് എ നമ്പർ ഓഫ് പ്രോബ്ലംസ് ഓൺ അക്കൗണ്ട് ഓഫ് ഇനാഡിക്വേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, മാർക്കറ്റിംഗ് അസിസ്റ്റൻറ്റ് ആൻഡ് അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവീസസ്. ഓൾ ദീസ് പ്രോബ്ലം മേ ഡിസ്കറേജ് ദം. ഈ പ്രോബ്ലംസൊക്കെ അവരെ ഡിസ്കറേജ് ചെയ്യും. അത് മാറ്റാനായിട്ട് എന്ത് ചെയ്യും? അങ്ങനത്തെ പ്രോബ്ലംസ് മാറ്റി ഓൺട്രപ്രനർഷിപ്പ് ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് ഓൺട്രപ്രനേഴ്സിന് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ ഓൺട്രപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ്, തേർഡ് പോയിന്റ്, ടു പ്രൊവൈഡ് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്, സർവൈവൽ ആൻഡ് ഗ്രോത്ത്. ഇതിൽ പറയുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺട്രപ്രനർഷിപ്പ്, നിലവിലുള്ള ഓൺട്രപ്രനർഷിപ്പിന് സ്ട്രെങ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ സർവൈവലിന്, ഗ്രോത്തിന്, ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാം. നമ്മൾ ഓൺട്രപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിലവിലുള്ള ഓൺട്രപ്രനേഴ്സിന് കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ സർവൈവലിന് വേണ്ടി, ഗ്രോത്ത്, ഇതിനു വേണ്ടിയും നമ്മൾ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഇൻസെൻറ്റീവ്സ്. സം ഇൻസെൻറ്റീവ്സ് ആർ പ്രൊവൈഡഡ് ഫോർ ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ്. Several other incentives are provided for the survival and growth of the industries. Next, fourth point, to generate more employment and remove unemployment. വേരിയസ് ടൈപ്പ് ഓഫ് ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി കൂടുതൽ ഓൺട്രപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യും. ഓൺട്രപ്രനർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എംപ്ലോയ്മെൻറ്റ് കിട്ടും. കുറേ പേർക്ക് അവിടെ ജോലി കിട്ടും. അതുവഴി നമുക്ക് എന്ത് റിമൂവ് ചെയ്യാൻ പറ്റും? അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മേജർ പ്രോബ്ലം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ദീസ് ആർ ദ നീഡ് ഫോർ ഇൻസെൻറ്റീവ്സ്. ഫസ്റ്റ് പോയിന്റ്, ടു റിമൂവ് റീജിയണൽ ഡിസ്പാരിറ്റീസ് ഇൻ ഡെവലപ്മെൻറ്റ്. സെക്കൻഡ്, ടു പ്രൊമോട്ട് ഓൺട്രപ്രനർഷിപ്പ്. Third, to provide competitive strength, survival and growth. Fourth, to generate more employment and remove unemployment. Next, we move to the classification of incentives. ഈ മൂന്ന് ടൈപ്പായിട്ടാണ് ഇൻസെൻറ്റീവ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഫസ്റ്റ്, ഇൻസെൻറ്റീവ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സെന്നും നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സെന്നും ഇൻസെൻറ്റീവ്സിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, ഇൻസെൻറ്റീവ്സ് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ഇൻ ടു കൺസെഷൻ, സബ്സിഡറി, ബൗണ്ടി. ഇങ്ങനെ മൂന്നായിട്ടും ഇൻസെൻറ്റീവ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ, incentives can be classified into tax-based incentives and non-tax-based incentives. ഇനി നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റത്തെ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വേർഡിൽ നിന്ന് തന്നെ അറിയാം, അത് മണിയായിട്ട് കൊടുക്കുന്ന, ക്യാഷായിട്ട് കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സ് ആണ്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആർ ഇൻസെൻറ്റീവ്സ് ഇൻ ടേംസ് ഓഫ് മണി. അപ്പോൾ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ, നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആർ നോൺ മോണിറ്ററി ഇൻസെൻറ്റീവ്സ്. അത് മണിയായിട്ട് കൊടുക്കുന്നതല്ല, ക്യാഷ് അല്ലാണ്ട് കൊടുക്കുന്നതാണ്. അതായത് ഇപ്പോൾ മാർക്കറ്റിംഗ് അസിസ്റ്റൻസോ അല്ലെങ്കിൽ ടെക്നിക്കൽ അസിസ്റ്റൻസ് അങ്ങനെ കൊടുക്കുന്ന ഇൻസെൻറ്റീവ്സിനെയാണ് നമ്മൾ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻസെൻറ്റീവ്സ് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ഇൻ ടു കൺസെഷൻ, സബ്സിഡറി, ബൗണ്ടി.
ഫസ്റ്റത്തെ കൺസെഷൻ. ഫസ്റ്റ് വൺ ഇത് കൺസെഷൻ. കൺസെഷൻ മീൻസ് ചാർജിങ് ഓഫ് ലെസ് ഫീസ് ഓർ ഫോർ സർവീസസ് ടു എനേബിൾ ദ ഓണ്ടർപ്രനേഴ്സ് ടു കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ. ഇറ്റ് ഈസ് നോട്ട് എ ലംസം പേയ്മെൻറ്റ്. അതായത് ഒരു കുറവ് എമൗണ്ടിന് കൺസെഷൻ റേറ്റിന് കൊടുക്കുന്ന ഓണ്ടർപ്രനേഴ്സിന് ഫണ്ട് കൊടുക്കുന്നതാണ്. കൺസെഷൻ റേറ്റിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കൺസെഷൻ എന്ന് പറയുന്നത്. ഇത് ലംസം ആയിക്കില്ല ഈ കൺസെഷൻ കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് concessions means charging of less fees for services to enable the entrepreneurs to compete with the others. It is not a lump sum payment. നെക്സ്റ്റ് സബ്സിഡറി. നമ്മൾ കൺസെഷൻ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇത് ലംസം ആയിട്ടല്ല കൊടുക്കാമെന്ന്. സബ്സിഡറിയുടെ കേസ് പറയണമെങ്കിൽ സിംഗിൾ ലംസം ആയിട്ടാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് ഓണ്ടർപ്രനേഴ്സിന് ടു കവർ ദ കോസ്റ്റിനെ കവർ ചെയ്യാനായിട്ട് ലംസം ആയിട്ട് കൊടുക്കുന്ന എമൗണ്ടാണ് സബ്സിഡറി. നെക്സ്റ്റ് ബൗണ്ടി. ബൗണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീസിന് വേണ്ടി ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ടാണ് ബൗണ്ടി എന്ന് പറയുന്നത്. The term bounty denote bonus or financial aid which is given by a government to an industry. ഒരു ഇൻഡസ്ട്രിക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ഫിനാൻഷ്യൽ എയ്ഡിനെയാണ് നമ്മൾ ബൗണ്ടി എന്ന് പറയുന്നത്. അപ്പം 3 തരത്തിലാണ് ഇൻസെൻറ്റീവ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കൺസെഷൻ, സബ്സിഡറി, ബൗണ്ടി. കൺസെഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസെഷൻ മീൻസ് ചാർജിങ് ഓഫ് ലെസ് ഫീസ് ഫോർ സർവീസസ് ടു എനേബിൾ ദ ഓണ്ടർപ്രനേഴ്സ് ടു കോമ്പീറ്റ് വിത്ത് അതേഴ്സ്. അതായത് ലെസ് ഫീസിന് അവർക്ക് ചാർജ് ചെയ്തിട്ട് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ കൺസെഷൻ എന്ന് പറയുന്നത്. സബ്സിഡറി എന്ന് പറഞ്ഞാലോ സബ്സിഡി ഡിനോട്ട് എ സിംഗിൾ ലംസം. സിംഗിൾ ലംസമായിട്ട് കൊടുക്കുന്ന എമൗണ്ടാണ് സബ്സിഡി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബൗണ്ടി ഡിനോട്ട് ബോണസ് ഓർ ഫിനാൻഷ്യൽ എയ്ഡ് വിച്ച് ഈസ് ഗിവൺ ബൈ എ ഗവൺമെൻറ് ടു ആൻ ഇൻഡസ്ട്രി. ഗവൺമെൻറ് ഒരു പർട്ടിക്കുലർ ഇൻഡസ്ട്രീസിന് കൊടുക്കുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസിനെയാണ് നമ്മൾ ബൗണ്ടി എന്ന് പറയുന്നത്. നെക്സ്റ്റ് തേർഡ് വൺ, ഇൻസെൻറ്റീവ്സ് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ഇൻ ടു ടാക്സ് ഇൻസെൻറ്റീവ്സ് ആൻഡ് നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ്. എന്താണ് നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ? നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് വിച്ച് ആർ നോട്ട് ബേസ്ഡ് ഓൺ ടാക്സ്. ഫോർ എക്സാമ്പിൾ സീഡ് ക്യാപിറ്റൽ അസിസ്റ്റൻസ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി എക്സെട്ര. അതായത് ഈ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ടാക്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല, ബേസ് ചെയ്തിട്ടുള്ളതല്ല. അതിനാണ് നോൺ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്. അപ്പോൾ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് എന്തായിരിക്കും? ദീസ് ആർ ഇൻസെൻറ്റീവ്സ് ബേസ്ഡ് ഓൺ ടാക്സസ് ആൻഡ് ഡ്യൂട്ടീസ്. ടാക്സിനെയും അതുപോലെ തന്നെ ഡ്യൂട്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്ത് കൊടുക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. ടാക്സ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ് 2 ടൈപ്പ് ഉണ്ട്, ഫിസിക്കൽ ഇൻസെൻറ്റീവ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. എന്താണ് ഫിസിക്കൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ? ഫിസിക്കൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ these incentives are in the form of exemption, rebate, refund or postponement of direct or indirect taxes. അതായത് എന്തെങ്കിലും എക്സംഷൻസോ അല്ലെങ്കിൽ റീബേറ്റോ അല്ലെങ്കിൽ റീഫണ്ടോ അങ്ങനെയായിട്ട് കൊടുക്കുന്നതാണ് ഫിസിക്കൽ ഇൻറ്റൻസീവ്. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇൻറ്റൻസീവ്, അതായത് ക്യാഷ് ആയിട്ട് കൊടുക്കുക. ദീസ് ഇൻക്ലൂഡ്സ് വേരിയസ് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അറ്റ് കൺസെഷണൽ റേറ്റ്. കൺസെഷണൽ റേറ്റ് ആയിട്ട് ഓണ്ടർപ്രനേഴ്സിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസെൻറ്റീവ്സ് 3 ടൈപ്പിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. First, incentive may be classified into financial incentives and non-financial incentives. Second, incentives divided into concession, subsidiary and bounty. Next, incentives can also be classified into tax-based incentives and non-tax-based incentives. Next, subsidiary. The term subsidiary denotes a single lump sum or sum of money which is granted to an entrepreneur by the government to cover some portion of the cost of the project. അതായത് പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ് കവർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് കൊടുക്കുന്ന ഒന്നില്ലെങ്കിൽ അത് സിംഗിൾ ലംസം ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ പ്രൊജക്റ്റ് തീരുന്നതനുസരിച്ച് സ്മോൾ എമൗണ്ട് ആയിട്ട് കൊടുക്കുന്ന ഒരു സ്കീമിനെയാണ് നമ്മൾ സബ്സിഡറി എന്ന് പറയുന്നത്. അതായത്
The term subsidiary denote a single lump sum. ഒന്നില്ലെങ്കിൽ അത് മൊത്തത്തിലായിട്ടാണ് ആ എമൗണ്ട് കൊടുക്കുക. ഓർ സം ഓഫ് മണി, അല്ലെങ്കിൽ കുറച്ച് മണിയായിട്ട്, അതായത് ഓരോ പ്രോജക്റ്റും തീരുന്നതനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. അതാണ് സം ഓഫ് മണി വിച്ച് ഈസ് ഗ്രാൻറ്റഡ് ടു ആൻ ഓണ്ടർപ്രനർ. ഓണ്ടർപ്രനറിന് കൊടുക്കുന്നതാരാ? ബൈ എ ഗവൺമെൻറ് ടു കവർ സം പോർഷൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ്. പ്രോജക്റ്റിൻ്റെ കുറച്ച് കോസ്റ്റ് കവർ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ഓണ്ടർപ്രനേഴ്സിന് കൊടുക്കുന്ന ലംസം എമൗണ്ട് അല്ലെങ്കിൽ സം ഓഫ് മണീനെയാണ് നമ്മൾ സബ്സിഡറി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സബ്സിഡറി, മെയിനായിട്ട് 12 ടൈപ്പ് സബ്സിഡറി ഉണ്ട്. ഫസ്റ്റത്തെ ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡറി സ്കീം, CLCSS, ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡറി സ്കീം. നമ്മുടെ ഒരുപാട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് നമ്മൾ ഇന്ന് റൺ ചെയ്യുന്നത് അപ്ഡേറ്റഡ് ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട്. അവർക്കറിയില്ല, പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തതിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ട് അറിവില്ലാതെയാണ് വർക്ക് ചെയ്യുന്നത് SSI യൂണിറ്റ്സ്. അപ്പോൾ ഈ ടെക്നോളജി, ഔട്ട്ഡേറ്റഡ് ടെക്നോളജിനെ പുതിയ ടെക്നോളജി ആക്കാനായിട്ട് കൊടുക്കുന്ന സബ്സിഡറികളാണ് ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡറി സ്കീം. Credit linked capital subsidiary scheme. Many of the small scale industries in India continue to manufacture goods and products with outdated technology. Due to lack of awareness about the access to capital, quality standards and modern technology. Therefore, in an effort to facilitate the technology upgradation of small scale industries in India, the Ministry of Small Scale Industries is operating a scheme for technology upgradation. അപ്പോൾ ഈ സബ്സിഡറി കൊടുക്കുന്നത് ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയുടെ അപ്ഗ്രഡേഷന് വേണ്ടിയാണ്. ക്രെഡിറ്റ് ലിങ്ക്ഡ് ക്യാപിറ്റൽ സബ്സിഡറി സ്കീം. നെക്സ്റ്റ് സെക്കൻഡ് പോയിന്റ്, സബ്സിഡറി ടു അക്വയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം. മെയിനായിട്ട് മീഡിയം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിന് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ സബ്സിഡറി ടു അക്വയർ ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. തേർഡ് പോയിന്റ്, ക്യാപിറ്റൽ സബ്സിഡറി ഫോർ സോളാർ ലൈറ്റിംഗ് ആൻഡ് സ്മോൾ കപ്പാസിറ്റി PV systems. The Government of India has launched the Jawaharlal Nehru National Solar Mission to promote sustainable energy generation and support the growing need for energy in India. അതായത് ഇന്ത്യയിൽ എനർജി പ്രൊഡ്യൂസിങ് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടി കൊടുക്കുന്ന സബ്സിഡറികളാണ് ക്യാപിറ്റൽ സബ്സിഡറി ഫോർ സോളാർ ലൈറ്റിംഗ് ആൻഡ് സ്മോൾ കപ്പാസിറ്റി PV സിസ്റ്റംസ്. ഫോർത്ത് പോയിന്റ്, സബ്സിഡറി ഫോർ പേറ്റൻറ്റ് കോസ്റ്റ്. ഈ സ്കീം അനുസരിച്ച് 50% ഓഫ് ദി പാറ്റൻറ്റ് കോസ്റ്റിൻ്റെ 50% സബ്സിഡറി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എൻകറേജിങ് ദം ടു ഗെറ്റ് ദ ഇൻവെൻഷൻ പേറ്റൻറ്റ് ചെയ്തതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 50% പാറ്റൻറ്റ് കോസ്റ്റിൻ്റെ 50% സബ്സിഡറി ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതാണ് സബ്സിഡറി ഫോർ പാറ്റൻറ്റ് കോസ്റ്റിൻ്റെ 50% സബ്സിഡറി പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, ടെക്നോളജി അപ്ഗ്രേഡേഷൻ ഫണ്ട് സ്കീം ഫോർ ടെക്സ്റ്റൈൽ സെക്ടർ, TUFS, ടെക്നോളജി അപ്ഗ്രേഡേഷൻ ഫണ്ട് സ്കീം. നമുക്കറിയാം ഏറ്റവും അധികം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത് അഗ്രികൾച്ചർ ഫീൽഡിലാണ്. സെക്കൻഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതാണ് ടെക്സ്റ്റൈൽ സെക്ടർ. ഈ ടെക്സ്റ്റൈൽ സെക്ടറിൽ അണ്ടർ TUFS സ്കീം, അതായത് ടെക്നോളജി അപ്ഗ്രേഡേഷൻ ഫണ്ട് സ്കീം ഫോർ ടെക്സ്റ്റൈൽ സെക്ടർ, ഇൻട്രസ്റ്റ് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് 5% പ്രൊവൈഡ് ഓൺ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ബാങ്ക് ഫോർ ടെക്നോളജി അപ്ഗ്രേഡേഷൻ പ്രോജക്റ്റ്. അതായത് ടെക്നോളജി അപ്ഗ്രേഡേഷൻ പ്രോജക്റ്റിന് വേണ്ടി വരുന്നതിൻ്റെ 5% എന്തായിട്ട് കൊടുക്കും? സബ്സിഡറി ആയിട്ട് കൊടുക്കും. ഇൻട്രസ്റ്റ് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് 5% ഈസ് പ്രൊവൈഡ് ഓൺ ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ ദി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ചാർജ് ചെയ്യുന്നതിൻ്റെ 5% സബ്സിഡറി ആയിട്ട് കൊടുക്കും. ഇതാണ് ടെക്നോളജി അപ്ഗ്രേഡേഷൻ ഫണ്ട് സ്കീം ഫോർ ടെക്സ്റ്റൈൽ സെക്ടർ. സിക്സ്ത് പോയിന്റ്, സബ്സിഡറി ഫോർ ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്. For establishing, upgrading and modernization of food processing industries
അസിസ്റ്റൻസ് ഈസ് ഗീവൺ ഇൻ ദ ഫോം ഓഫ് സബ്സിഡി. അതായത് മോഡേണൈസേഷന് അതുപോലെ അപ്ഗ്രേഡേഷന് ഇതിനു വേണ്ടി ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസിന് വേണ്ട സബ്സിഡികൾക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സബ്സിഡി ഫോർ ഫുഡ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് സബ്സിഡി ഫോർ മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് ഫോർ MSMEs. അതായത് മീഡിയം സ്മോൾ സെക്ടേഴ്സിന് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയും സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സബ്സിഡി ഫോർ ബാർകോഡ്. അതായത് ഈ MSMEസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി സബ്സിഡറി അപ് ടു 75% ഓഫ് ആനുവൽ രജിസ്ട്രേഷൻ ഫീയുടെ 75% ഫോർ ഗെറ്റിംഗ് ബാർകോഡ് കിട്ടുന്നതിൻ്റെ രജിസ്ട്രേഷൻ ഫീയുടെ 75% സബ്സിഡി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സബ്സിഡി ഫോർ ബാക്ക്വേർഡ് ഏരിയാസ്. അതായത് ബാക്ക്വേർഡ് ഏരിയാസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി പുതിയ ഇൻഡസ്ട്രീസൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയും സബ്സിഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. These are the various type of subsidies. First one, credit linked capital subsidy scheme. Second, subsidy to acquire quality management system. Third, capital subsidy for solar lighting and small capacity PV systems. Fourth, subsidy for plant cost. Fifth, technology upgradation fund scheme for textile sector. Sixth, subsidy for food processing industries. Seventh, subsidy for market development for MSMEs. Eighth, subsidy for barcode. Ninth, subsidy for backward areas. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ സബ്സിഡറി. സെക്കൻഡ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് മീൻ ബൈ ഇൻസെൻറ്റീവ്സ്. കൃത്യം ടൈമിൽ തന്നെ ആൻസർ ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.